ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ല കാര്യമാണ് നടക്കാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്ത് പരിവർത്തനമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം സിറ്റുവേഷനാണോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നല്ലൊരു പരിവർത്തനം എന്ന് പറയുന്നത് മോശം സിറ്റുവേഷൻസ് എല്ലാം ഇനി നിങ്ങളുടെ ഫേവറിൽ വരുന്നതാണ്. ഫസ്റ്റത്തെ ആ ഒരു കാര്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഫിനാൻഷ്യൽ മാറ്ററിലുള്ള ആ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ഫേവറിൽ വരാൻ പോകുന്നത്. അതായത് ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ട്, ഫിനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർക്ക് ക്യാഷ് ആവശ്യമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നു. അതായത് അവർക്ക് വരുമാനം വരുന്നുണ്ട്, പക്ഷേ അതിനപ്പുറം ചിലവ് കൂടുതലാണ്. അത് കാരണം ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിലും എല്ലാം കൊടുത്ത് കാശ് ഭയങ്കരമായിട്ട് നഷ്ടമായി പോകുന്നു അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ജോലി എന്തായിക്കൊള്ളട്ടെ, ഓൺലൈൻ ആണെങ്കിലും അല്ലെങ്കിലും എന്തായിക്കൊള്ളട്ടെ, അതിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾ ഈ കഴിഞ്ഞു പോയ സമയങ്ങളിൽ കണ്ടവരാണ്. അതായത് നിങ്ങൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങളുടെ വർക്കിൽ. ഇവിടെ ഇനി നിങ്ങളുടെ ആ ഒരു മോശം സിറ്റുവേഷൻ നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ട്, അതായത് ഈ എത്ര കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ അതിനുള്ള ബലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ റീസൺ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് എന്ത് റീസൺ കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്, അപ്പോൾ ആ ഒരു റീസൺ കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിച്ച് റീസൺ കണ്ടുപിടിക്കും. അപ്പോൾ വരാൻ പോകുന്ന സമയം കുടുംബത്തിൽ ഭയങ്കരമായിട്ട് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ബലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നല്ല രീതിയിൽ ഒരു ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എവിടെയെങ്കിലും നിങ്ങളുടെ ക്യാഷ് സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ പൈസ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പൈസ ആരാണോ കൈക്കലാക്കി വച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തിരികെ ആ ഒരു പൈസ തരുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ നല്ലതായിട്ട് ചിന്തിക്കുക, നല്ലതായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ തന്നെ എത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടെ ധനം നിങ്ങളുടെ കയ്യിൽ വരുവാനുള്ള വഴി തേടുകയാണ്. അപ്പോൾ നിങ്ങൾ കൂടെ കുറച്ച് ശ്രമിക്കുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ജോബ് ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു ജോബ് മാനിഫെസ്റ്റേഷൻ ചെയ്യുക, നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന രീതിയിലുള്ള. ഇനി നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇനി ഓൺലൈൻ കാം നിങ്ങൾക്കുണ്ട്, അത് കുറച്ചും കൂടെ നല്ലതായിട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് ഉറപ്പായിട്ടും ഉണ്ടാകും. ഇവിടെ വർഷങ്ങളോ മാസങ്ങളോ അല്ല പറയുന്നത്, അടുത്തടുത്തായിട്ട് തന്നെ ചില ആഴ്ചകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകും നിങ്ങളിങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറഞ്ഞാൽ സർഫസിലായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് ഉറപ്പായിട്ടും നടക്കും. ഇവിടെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടില്ലേ അത് മാറ്റാൻ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ് ഇപ്പോൾ ഉണ്ട് എങ്കിൽ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഒരു പുരോഗതി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇവിടെ വിദേശത്തുനിന്ന് നിങ്ങൾക്ക് ക്യാഷ് വരുന്ന എന്തെങ്കിലും ജോബ് ഉണ്ട് എങ്കിൽ അതിലും നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു സഡൻ ആയിട്ട് എന്തോ നല്ലത് സംഭവിച്ച് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഗ്രാഫ് മുകളിലോട്ട് പോകുന്നതായിട്ട് അതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിയുടെ ഭാഗ്യം അവരെ തുണയ്ക്കുന്ന ആ ഒരു അവസ്ഥ അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ചിന്ത നിങ്ങൾ മാറ്റുന്നതായിട്ട്, അതായത് ഇനി എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിളായി, എനിക്കിനി കുഴപ്പമില്ല, അങ്ങനെ ഒരു ചിന്ത, ഇനി പഴയതുപോലെ അയ്യോ അതിന് പൈസയില്ല ഇതിന് പൈസയില്ല, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒത്തിരി ശ്രമങ്ങൾ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചതാണെങ്കിലോ നിരാശയായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ നല്ലൊരു പുതിയ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരുമോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ നിങ്ങളുടെ ബുദ്ധി നല്ലതായിട്ട് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ടാണ് ഉള്ളത്. നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഡൗട്ടാണത്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോട് തന്നെ ഒരു ചോദ്യമുണ്ട്. ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇതുപോലെ വേറെ ഒരാൾ ചെയ്തിരുന്നെങ്കിൽ അവരിപ്പോൾ ഏത് അവസ്ഥയിലെത്തിയേനെ എന്ന്. അതായത് നിങ്ങൾ അത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം വേറൊരു വ്യക്തി ചെയ്യുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് വിജയിക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങളാണെങ്കിൽ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്, ഓരോന്നിനും ഒരു സമയമുണ്ട്. ആ ഒരു സമയം എത്തുമ്പോൾ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ചില ആൾക്കാർക്ക് അവരുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് കുറേ നാളിന് ശേഷമായിരിക്കും കൊടുക്കുന്നത് ദൈവം. അതായത് അവരുടെ ആ ഒരു വയസ്സിൻ്റെ പകുതിയോളം ആവും, അല്ലെങ്കിൽ വയസ്സിൻ്റെ ഒരു 30 വയസ്സോ അല്ലെങ്കിൽ 38 അല്ലെങ്കിൽ 40 അതിനപ്പുറം വയസ്സാവുമ്പോഴായിരിക്കും അവർക്ക് അവരുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത് ദൈവം. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും സഡനായിട്ട് ഒരു ലോസ് ഉണ്ടായി എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ആ ഒരു ഗ്രാഫ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്, പക്ഷെ സഡനായിട്ട് ആ ഒരു ഗ്രാഫ് താഴേക്ക് വന്നു. അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ലോസ് വന്നു. ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ ക്യാഷ് ആരോ മോഷ്ടിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില സിറ്റുവേഷനിൽ നിങ്ങൾ എന്തോ ആഗ്രഹിച്ച ഒരു ഡീലിന് ഓക്കെ പറഞ്ഞു, പക്ഷെ ആ ഒരു ഡീലിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ലഭിച്ചത്. അതായത് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ ആരോ ചതിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ക്യാഷ് എന്താണോ അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ പൈസ അത് ആര് കൈക്കലാക്കിയാലും ആ ഒരു പൈസ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് എത്തുക തന്നെ ചെയ്യും. ഇവിടെ 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ക്യാഷ് കൂടുതലായിട്ട് നിങ്ങളുടെ കയ്യിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഡീലിന് നിങ്ങൾ ശ്രമിക്കുക, അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ലാഭം ലഭിക്കുന്ന അവസ്ഥ. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലോൺ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്ത് തടസ്സമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു തടസ്സം മാറുന്നതായിട്ട് ആരുടെയോ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പൈസ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതലായിട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒത്തിരി വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ക്യാഷ് റിലേറ്റഡുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി എല്ലാം നിങ്ങളുടെ കൺട്രോളിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ അത്രമാത്രം സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫേവറിലാവാത്ത കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്. ഇനി എനിക്ക് പറ്റത്തില്ല, ഇനി സിറ്റുവേഷൻസ് എൻ്റെ കൺട്രോളിൽ വരണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു സമയം ആരുടെയോ ഒരു ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാർക്ക് ഒരു പേടിയുണ്ട് അവരുടെ ആ ഒരു സുരക്ഷ റിലേറ്റഡ് ആയിട്ട്. അതായത് ഞാൻ മുന്നോട്ട് കാൽ വയ്ക്കുന്നത് ശരിയാകുമോ, ഇതിൽ എനിക്ക് നഷ്ടമാണോ അതോ ലാഭമാണോ കിട്ടാൻ പോകുന്നത് ഒന്നും അറിയുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു പേടിയുണ്ട്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം എല്ലാ സമയവും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, ഒരു സുരക്ഷാ കവചം നിങ്ങൾക്ക് തരികയാണ്. ദൈവം ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ ക്യാഷ് ലോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിലോ ആരുടെയോ കണ്ണ് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആരൊക്കെയോ അത് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് വരുന്നു, നിങ്ങളുടെ വർക്ക് എന്താണ്, ഇതെല്ലാം അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊരു കണ്ണ് വച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജോബ് ഇല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നല്ല രീതിയിലുള്ള ഒരു അവസരം നിങ്ങളുടെ അടുത്ത് വരികയും അതിലൂടെ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആൾക്കാരിൽ നിന്ന് റെസ്പെക്റ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ജോലി ഉള്ളപ്പോൾ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, ജോലി പോയപ്പോൾ റെസ്പെക്റ്റ് ഇല്ലാത്ത അവസ്ഥ. എന്തായാലും ഇനി ഒത്തിരി ഒരു റെസ്പെക്റ്റ് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾ മുഖേന എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങും. ആ ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്ന ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമം നിങ്ങൾ അനുഭവിക്കുകയാണ്. അതിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ മറ്റുള്ളവർ എന്തു പറയുന്നു അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മാറുന്നതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ, അല്ലാതെ നാട്ടുകാർക്കോ ലോകത്തിലുള്ള മറ്റു ആൾക്കാർക്കോ അറിയത്തില്ല. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങൾ ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇനി നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കേട്ട് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം ഒരിക്കലും നിർത്തിവെക്കരുത്, ശ്രമിക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുറത്തു വരുവാൻ സാധിക്കുന്നതാണ്.
ഇവിടെ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലൈഫിൽ എന്ത് ടേണാണ് വരാൻ പോകുന്നത് നോക്കുമ്പോൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ടൊരു ടേണാണ് വരാൻ പോകുന്നത്. ക്യാഷിൻ്റെ ആധാരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ചേഞ്ചാണ് ഉണ്ടാവാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു വലിയ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെപ്പോഴും വീട്ടിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നുള്ള ആർക്കെങ്കിലും, അതായത് ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്ന അവർക്ക് ഒരു നേരത്തെ ആഹാരം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അത് നല്ലതാണ് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങളുടെ ജോബിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതായത് എപ്പോഴും നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ ഒരു തടസ്സം മാറാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് നിൽക്കും, ബാലൻസിൽ നിൽക്കും. അതായത് നിങ്ങളുടെ ആ ഒരു ജോലിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറി, നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങളെല്ലാം മാറി, നിങ്ങളുടെ ആ ഒരു ജോബ് വളരെ സ്മൂത്തായിട്ട് പോകും. ഇവിടെ ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നല്ലതായിട്ട് സംഭവിക്കാൻ പോവുകയാണ്. ആ ഒരു കാര്യം നടക്കുന്നതിലൂടെ അത് ചർച്ചാ വിഷയമാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനുള്ള സൂചനയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്പർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് 1, 2, 3 അങ്ങനെയുള്ള നമ്പർ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ 4, 5, 6, 6, 7, 8 അങ്ങനെ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ എന്തോ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് അർത്ഥം. ചില ആൾക്കാർക്ക് 4, 5, 6 ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് വളരെ കഷ്ടപ്പെട്ടതിന് ശേഷം എന്തോ ഒരു ആഗ്രഹം നിങ്ങളുടേത് പൂർണ്ണമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ മനസ്സ് കുറച്ചൊന്ന് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ലൈഫിൽ നല്ല കാര്യം നടക്കാൻ തുടങ്ങി, ഇനി എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അങ്ങനെ മനസ്സ് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് മനസ്സുകൊണ്ട് പോകുന്നത് അതിന് ശേഷമായിരിക്കും. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിയർ ഫ്യൂച്ചറിൽ ആ ഒരു ദേഷ്യം നിങ്ങളുടെ എന്ത് കാര്യത്തിനെ കുറിച്ചായാലുള്ള ദേഷ്യം അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു സംസാര രീതിയിൽ ഒരു മാറ്റം വരും. അതായത് നിങ്ങൾ ദേഷ്യം വന്നാൽ പോലും നിങ്ങളെക്കുറിച്ച് മോശം പറയത്തില്ല, മറ്റൊരാളോടും മോശം പറയത്തില്ല. അങ്ങനെയായിരിക്കും മാറാൻ പോകുന്നത് നിങ്ങളുടെ ദേഷ്യം. അതായത് ചില വ്യക്തികളുണ്ട്, ദേഷ്യം വരുമ്പോൾ എന്താണോ പറയുന്നത് അവർക്ക് അറിയാൻ പറ്റത്തില്ല, അങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് കാണത്തില്ല. കാരണം നിങ്ങൾ ദേഷ്യം വന്നാൽ പോലും അങ്ങനെ ആരെക്കുറിച്ച് മോശമായിട്ട് പറയത്തില്ല. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് ഓർമ്മിക്കാതെ ഇനി അങ്ങനെ ഒന്നും പറയത്തില്ല. ഇനി നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഒരു മെച്യൂരിറ്റി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റേത് മെച്യൂരിറ്റി ഒന്നും ഇല്ലാതെ എന്താണോ മനസ്സിൽ തോന്നണം അതങ്ങ് വിളിച്ച് പറയുന്ന സ്വഭാവം. ഇനി അങ്ങനെയല്ല, ഒരു മെച്യൂരിറ്റി വരും. എന്തോ ഒരു വലിയ ആഗ്രഹം പൂർണ്ണമാകുന്നതിലൂടെയാണ് നിങ്ങളുടെ ആ ഒരു പേര് ചർച്ചാ വിഷയമായി മാറുന്നത്. അതായത് ആൾക്കാർ ചിന്തിക്കും 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഈ വ്യക്തിയുടെ ലൈഫ് എങ്ങനെ മാറി, അങ്ങനെയായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയും ഇല്ലായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി കിട്ടി, ആ ജോലി വരുമാനം കിട്ടുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്ന അവസ്ഥ, അതായിരിക്കാം ആൾക്കാരെ ചിന്തിക്കാനിടയാക്കുന്നത്. ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ ആ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കുന്നു. എന്തായാലും 45 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വ്യക്തിയുടെ ലൈഫ് നല്ല രീതിയിൽ ചേഞ്ച് ആകുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ സമയം അതാണ്. ഇവിടെ നിങ്ങൾക്ക് പോലും ഒരു തോന്നലുണ്ടാവത്തില്ല. അതായത് 1.5 മാസം കഴിയുമ്പോൾ എൻ്റെ ലൈഫിൽ നല്ലൊരു ചേഞ്ചസ് വരുമെന്ന് നിങ്ങൾക്ക് പോലും ഒരു തോന്നലുണ്ടാവത്തില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചർച്ചയുടെ വിഷയം നിങ്ങൾ ആകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്ന വളരെ നല്ല വേയിൽ. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നെയിം ഫെയിം ലഭിക്കും. അതായത് ഒരു വ്യക്തിക്ക് പ്രസിദ്ധി ലഭിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ പേര് എല്ലാവരും അറിയത്തില്ലേ, അതേപോലെയാണ് നിങ്ങളുടെ ആ ഒരു പ്രസിദ്ധി ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ആൾക്കാർ നിങ്ങളുടെ പേര് ഇനി വളരെ റെസ്പെക്റ്റോടു കൂടിയായിരിക്കും പറയുന്നത്. അങ്ങനെ ഒരു ചർച്ചാ വിഷയം നിങ്ങൾ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് വളരെ മോശമായിട്ടായിരിക്കാം ഇപ്പോൾ. അതായത് നിങ്ങളെക്കൊണ്ട് ലൈഫിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നിങ്ങൾ ബിഗ് സീറോയാണ് എന്നൊക്കെ ആയിരിക്കാം ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനും ഒരു പാഷനേറ്റീവോ ഒന്നും തന്നെ ഇല്ല, ബുദ്ധിയില്ല, ഒന്നിനൊരു കഴിവില്ല, കോൺഫിഡൻസ് ഇല്ല, എല്ലാം ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരിക്കും ആൾക്കാർ ഇപ്പോൾ ഈ ഒരു സമയം. അപ്പോൾ ഇത് നിങ്ങളും കേൾക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ദേഷ്യം ഇപ്പോൾ ഉണ്ട് ആൾക്കാരോട്. ഇവരെന്തിനാ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ മോശം പറയുന്നത് എന്ന് ആലോചിച്ച്. ഇവിടെ ഒത്തിരി ഇങ്ങനെ ആൾക്കാരുടെ ആ ഒരു മോശം വാക്കുകൾ കേട്ട ആളാണ് നിങ്ങൾ. മുന്നെയൊക്കെ നിങ്ങൾ അവരോട് പ്രതികരിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കാൻ പോകുന്നില്ല. എൻ്റെ കഠിനാധ്വാനം എന്താണെന്ന് എനിക്കറിയാം, നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. മുന്നേ പ്രതികരിക്കും, ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ സമയം വരുമ്പോൾ എൻ്റെ ലൈഫിലുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾ കണ്ടോളൂ. ഇപ്പോൾ എൻ്റെ സമയം എൻ്റെ ഫേവറിലല്ല, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നു. പക്ഷേ സമയമാകുമ്പോൾ എല്ലാം നേരെയാകും എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. നിയർ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ ആൾക്കാരില്ലേ, നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞ ആൾക്കാർ, അവർ തന്നെ മറ്റുള്ളവരോട് പറയും, നോക്കൂ ഇവർക്ക് നല്ലൊരു ജോലി കിട്ടി, ഇവരുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് വന്നു, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നു, അതിലൂടെ അവർക്ക് വരുമാനം കിട്ടുന്നു, നല്ല ഒരു പൈസയുടെ ആ ഒരു വരുമാനം അവരുടെ ലൈഫിൽ വന്നു, അവരുടെ ലൈഫ് തന്നെ ചേഞ്ചായി എന്ന് അവർ മറ്റുള്ളവരോട് പറയും നിങ്ങളെക്കുറിച്ച്. ഇവിടെ നിങ്ങൾക്ക് 888 കാണാൻ സാധിക്കുന്നുണ്ടാവും ചിലപ്പോൾ. എങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങൾക്ക് അബണ്ടൻസ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി, നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ലാഭം നിങ്ങൾക്ക് കിട്ടാൻ പോകുകയാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ചെയ്ത ആ ഒരു കഠിനാധ്വാനം ഒരിക്കലും മോശമായി പോകത്തില്ല. അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് 8 നമ്പർ. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ കൂടുതലും കാണാൻ സാധിക്കുന്ന കരിയർ റിലേറ്റഡ് ആയിട്ട് വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു കാണുന്ന ആ ഒരു വ്യക്തി സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ലഭിക്കും. അതായത് എപ്പോഴാണ് ഒരു പരാജയം വിജയത്തിലേക്ക് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കഠിനാധ്വാനം ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആ ഒരു സ്വന്തം കഴിവിൽ എന്തോ ഒരു സക്സസ് ലഭിക്കുന്നതിലൂടെ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് അവരെ ഓർത്ത് അഭിമാനം തോന്നുന്ന അവസ്ഥ, അതാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. അതായത് കുടുംബത്തിലുള്ളവർ നിങ്ങളെ ആലോചിച്ച് പറയും, എൻ്റെ കുട്ടി ഇത്രയും ചെയ്ത് കാണിച്ചില്ലേ ജീവിതത്തിൽ എന്ന്. കൂടാതെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കും നിങ്ങളുടെ ആ ഒരു പ്രസിദ്ധി കേട്ടിട്ട്. അതായത് ഒരു വ്യക്തി നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു വ്യക്തിയുടെ കഠിനാധ്വാനമെല്ലാം പാഴായി പോകുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു, ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നു, അവരുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. 369555 ഈ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ട് ഒരു അവസരം നിങ്ങളെ തേടി വരാൻ പോകുകയാണ്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നിങ്ങൾ സ്വന്തമാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ യാത്ര വളരെ താമസിച്ചാണ് സ്റ്റാർട്ടായത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് താമസിച്ച് അതിൻ്റെ ആ ഒരു ഫലം ലഭിക്കുന്നത്. അതായത് ഇനി മറ്റുള്ളവരുടെ ആ ഒരു വിജയത്തിനെയും കാട്ടി കൂടുതൽ വിജയം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. മുന്നേയൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് എത്ര വിജയം ലഭിച്ചാലും നിങ്ങൾക്ക് പഴയ അവസ്ഥ തന്നെയായിരുന്നു. അതായത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥ. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു വിജയം ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നു, ആ വിജയം നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കും. ഇവിടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക, ഒരിക്കലും പിറകിലോട്ട് നോക്കരുത്. നിങ്ങൾ എപ്പോഴും മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക. ഇവിടെ നിങ്ങൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്യുന്നവരാണെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫേവറായിട്ട് ഒരു തീരുമാനം വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്യുന്നവരാണെങ്കിലും എക്സാം നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കുക നിങ്ങൾ. കാരണം നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം എന്താണോ അത് ഫലിക്കുകയും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഒരു ജോബിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്നതെങ്കിൽ ആ ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം ഈ ഒരു പ്രാവശ്യം നിങ്ങളുടെ ആ ഒരു വിജയം തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുക തന്നെ ചെയ്യും.
എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു സീറ്റ് നിങ്ങൾക്ക് വേണം. അതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ റിലേഷൻഷിപ്പ് നല്ല ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട്, ബന്ധങ്ങൾ നല്ല രീതിയിൽ ബാലൻസിൽ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിയർ ഫ്യൂച്ചറിൽ എന്തോ ഒരു പാർട്ടി നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തോ ഒരു സെലിബ്രേഷൻ, അത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളിലും നിങ്ങൾ ചർച്ചാ വിഷയമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണോ ചിന്തിച്ചത് അതല്ല നിങ്ങളെന്ന് മനസ്സിലായി അവരുടെ ആ ഒരു ചിന്ത എന്നെ മാറ്റുന്നതായിട്ട്. കാരണം നിങ്ങളൊരു രത്നത്തിന് തുല്യമായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു രത്നത്തിൻ്റെ ആ ഒരു വില ഇവർ ആദ്യം മനസ്സിലാക്കിയില്ല. അപ്പോൾ ഇവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയോ നിങ്ങൾക്ക് വാല്യൂ തരാതെയോ റെസ്പെക്റ്റ് തരാതെയോ സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കിയപ്പോൾ ഇവർക്ക് തോന്നുകയാണ് നിങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ ഇവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന്. ഇനി നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി എന്താണോ അതിൻ്റെ ആ ഒരു റിയൽ ആയിട്ടുള്ള രൂപം മറ്റുള്ളവർ അറിയും. ഇതാണ് പറയുന്നത്, ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം കണ്ടിട്ട് ഒരിക്കലും ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. എപ്പോൾ വേണമെങ്കിലും സമയം മാറാം. ഇവിടെ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുക. അതായത് നല്ലൊരു വ്യക്തിയാണല്ലോ നമ്മൾ തെറ്റായിട്ട് വിലയിരുത്തിയത് എന്ന് ആലോചിക്കും അവർ. കാരണം ഒത്തിരി ആൾക്കാർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ആൾക്കാരുടെ ആ ഒരു പരിഹാസവും വേദനയും കാരണം നിങ്ങൾ എപ്പോഴും ഒറ്റപ്പെട്ട ഐസൊലേഷനിലാണ് ഇരുന്നത്. ഇനി ഇതേ ആൾക്കാർ ഓട് ചെയ്ത് തെറ്റായി പോയി എന്ന് വിചാരിക്കും. കാരണം ഓരോ ആൾക്കാരും നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനം കാണത്തില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അത് നോക്കി വിലയിരുത്തും. പക്ഷേ ഇനി ആൾക്കാരുടെ ആ ഒരു ചിന്ത മാറും. ഇവിടെ നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുന്നത് നമ്മുടെ അടുത്തുള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ വീട്ടിന് അടുത്തുള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ടും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കണക്റ്റ് ആകുന്നതാണ് നല്ലത്. അവരോട് സംസാരിക്കാനൊന്നും പോകണ്ട. നമുക്കറിയാലോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു ആശീർവാദം നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒത്തിരി ഉയരങ്ങൾ കീഴടക്കും. വളരെ വലിയ ഒരു സക്സസ് നിങ്ങൾക്ക് ലൈഫിൽ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ആ ഒരു ലൈഫിനെ സ്വന്തം ഇഷ്ടത്തിൽ നിങ്ങൾ ജീവിക്കുക. ഇവിടെ നിയർ ഫ്യൂച്ചറിൽ കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കുട്ടികൾക്ക് ജോലിക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നു, ജോലി ലഭിക്കുന്നില്ല. അപ്പോൾ അത് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ പ്രൈവറ്റ് ജോലിയാണ് നോക്കുന്നതെങ്കിൽ അത് കിട്ടും. ഇനി ഗവൺമെൻറ് ജോലിയാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനുള്ള എക്സാമിൽ അവർക്ക് ഉറപ്പായിട്ടും പാസ്സാവുന്നതായിട്ടും ജോലി ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു വ്യക്തിക്ക് പേരും പ്രശസ്തിയും ലഭിക്കുമ്പോൾ ആ ഒരു വ്യക്തി ആൾക്കാർ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ചടങ്ങിന് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു ചടങ്ങിന് റെസിഡൻസുകാരോ അങ്ങനെ എന്തെങ്കിലും ഒരു ചടങ്ങിന് നിങ്ങളെ ആദരിക്കാൻ വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ സ്വയം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി തൊട്ട് അങ്ങോട്ട് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഉറപ്പായിട്ടും വർക്കാവുന്നതാണ്. ഇവിടെ ഒരു സമയം ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്തിൽ നിങ്ങൾ ഒരിടത്തും സ്റ്റക്കായിട്ട് നിൽക്കത്തില്ല, പൊയ്ക്കൊണ്ടേയിരിക്കും ഇങ്ങനെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് അവസരം വന്നാലും അത് നിങ്ങൾ ഒരിക്കലും കളയരുത്. ആ ഒരു അവസരം എന്താണോ അത് ആക്ഷൻ എടുക്കുക. ഇവിടെ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു വിജയം ഒട്ടും തന്നെ ദഹിക്കത്തില്ല. ആ ഒരു വ്യക്തി അത്ഭുതപ്പെട്ടു പോകും, ദൈവമേ ഈ വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ സാധിച്ചു, ഇത്രയും വലിയ വിജയം അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് തോന്നും. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കാൻ വേണ്ടി ഒത്തിരി പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവം ഇവരുടെ ആ ഒരു പ്ലാനിങ് എല്ലാം വിഫലമാക്കി കളഞ്ഞു. ഇവിടെ വളരെ വലിയ കോൺഫിഡൻസോടു കൂടിയായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റീഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.